ബ്രില്യൻസ് അക്കാദമിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളമാണ് എടുക്കുന്നത്. മലയാളത്തിൽ പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന ഡോക്ടർ വി പി ഗംഗാധരൻ്റെ അനുഭവങ്ങളെയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഡോക്ടർ വി പി ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെയാണ് പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങൾ, ഡോക്ടർ വി പി ഗംഗാധരൻ്റെ അനുഭവങ്ങൾ ഡോക്ടർ കെ എസ് അനിയൻ ഒരു പുസ്തകമാക്കുകയാണ്. ആ പുസ്തകത്തിലെ ഒരു അധ്യായമാണ് എന്ത്, പുകമറയ്ക്കപ്പുറം കാണുന്നത്. അതായത് ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ജീവിത അനുഭവങ്ങൾ ഡോക്ടർ കെ എസ് അനിയൻ ഒരു പുസ്തകമാക്കുന്നു. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന അത്ഭുതം. ആ പുസ്തകത്തിലെ ഒരു അധ്യായമാണ് പുകമറയ്ക്കപ്പുറം കാണുന്നത്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു അനുഭവക്കുറിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ ആ ക്യാൻസർ രോഗം വന്നവരോട് സമൂഹം കാണിക്കുന്ന ഒരു അവഗണനയുണ്ട്. ആ അവഗണന എന്ന് പറഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ആ അവഗണന അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്നത് ഞങ്ങൾ അല്ലേ ക്യാൻസർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻസർ ഒന്നും അല്ല എന്ന് പറയാനാണ് പലപ്പോഴും അവർ ആഗ്രഹിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ഈ പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഈ പാഠത്തിൽ ആദ്യം തന്നെ എന്താണ്, ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി, അതായത് മനോജ് എന്ന പേരുള്ള ഒരു രോഗിയും അയാളുടെ അമ്മയും കടന്നു വരികയാണ്. മനോജിൻ്റെ അമ്മ നല്ല പേര് കേട്ട ഡോക്ടർ തന്നെയാണ്. അമ്മയും മകനും വന്നു. അപ്പോൾ ഡോക്ടർ പറയാണ് ഇരിക്കൂ എന്ന് പറയുമ്പോൾ അവർ പറയാണ്, അവർ ഇരിക്കാനൊന്നും തയ്യാറാവുന്നില്ല, പക്ഷെ അവരുടെ കയ്യിൽ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അമ്മ പറയാണ് ഇവന് വെറും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, അപ്പം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, അപ്പോൾ അവരാണ് പറഞ്ഞത് എന്ത് ഇവിടേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ ഡോക്ടർ അവരുടെ കയ്യിലുള്ള ആ ഒരു റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നോക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പറയാണ് മനോജിനെ ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. കാരണം മനോജിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും വൈകിക്കൂടാ. കാരണം മനോജിന് എന്താണ്, ഒരു അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന രോഗമാണ്. എന്താണ് മനോജിൻ്റെ രോഗം നോക്കുക, അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ. അതായത് രക്താർബുദത്തിൻ്റെ അതിതീവ്രമായ അവസ്ഥയാണ് ആർക്കുള്ളത്, മനോജിന് ഉള്ളത്. എല്ലാവരും അതൊന്ന് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഈ അമ്മ പറയുകയാണെ എൻ്റെ മകനോ അതൊരിക്കലും സാധ്യമല്ല എന്ന് അമ്മ വീണ്ടും വീണ്ടും പറയാണ്. അപ്പോൾ ഡോക്ടർക്ക് ആകെ ദേഷ്യം വന്നു. ഡോക്ടർ പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, മനോജിന് എന്താണ് ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്താൽ കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ അമ്മ പറയാണ് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഡോക്ടർ, ഇവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ മനോജിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത സമയത്ത് പിറ്റേ ദിവസം ഡോക്ടർ അവിടേക്ക് റൗണ്ട്സിന് പോവുകയാണ്. അവരെ റൂമിലേക്കൊക്കെ റൗണ്ട്സിന് പോകുന്ന സമയത്ത് മനോജിൻ്റെ മുറിയിൽ നിന്നും ഇങ്ങനെ പുക പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. ഡോക്ടർ വേഗം നഴ്സുമാരെ മുറിയിൽ പോയിട്ട് നഴ്സുമാരോട് പറയാണ് എന്താ അവിടെയെന്ന്. അപ്പോൾ നഴ്സുമാർ പറയാണ് മനോജ് സ്മോക്ക് ചെയ്യാണ് ഡോക്ടറെ. കാരണം അവനോട് എന്തെങ്കിലും പറയാൻ പോയാൽ അവൻ എന്ത് ചെയ്യും, ചാടി കളിക്കാനായിട്ട് വരും. ഞങ്ങൾക്കിനി മടുത്തു, ഞങ്ങൾക്ക് വയ്യ എന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഡോക്ടർ വേഗം തന്നെ മനോജിൻ്റെ മുറിയിലേക്ക് കയറുകയാണ്. മനോജിൻ്റെ മുറിയിലേക്ക് കയറിയ സമയത്ത് ആകെ എന്താണ്, പുകയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് അവിടെ. നോക്കുമ്പോൾ മനോജിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ പെൺകുട്ടി വേഗം എന്താണ് ഡോക്ടറെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. മനോജിൻ്റെ ബെഡിൽ ഒരു സിറിഞ്ചൊക്കെ ഉണ്ട്. ആ പെൺകുട്ടി വേഗം അതെടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇത് കണ്ടു, പക്ഷെ കാണാത്ത ഭാവത്തിൽ നിൽക്കുകയാണ്. മനോജ് ആണെങ്കിലോ അവിടെ കിടക്കുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് തന്നെ എന്തുണ്ട്, ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, ടാങ്ക് കലക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മനോജിനോട് ഡോക്ടർ ചോദിക്കുകയാണ് മനോജേ എന്താണ് അമ്മ അല്ലേ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മേനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ ചോദിക്കുകയാണ് എന്താണ് ഇത്, അല്ലെങ്കിൽ ആ സഹോദരിയോട് പറയാണ് നീ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് പുറത്തേക്ക് നിൽക്കും, എനിക്ക് മനോജിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ പെൺകുട്ടി വേഗം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ്. അങ്ങനെ മനോജിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ മനോജ് ഇങ്ങനെ അമ്മേനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് മനോജിന് ഭയങ്കര ദേഷ്യമാണ് ഡോക്ടറോട് തോന്നിയത്. അപ്പോൾ രണ്ടാമത് വീണ്ടും എന്താണ് ഡോക്ടർ ഇങ്ങനെ മനോജിനെ ഒന്ന് മയപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ മനോജ് എന്താണ് തൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി ഡോക്ടറോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മനോജ് ചോദിച്ചൊരു ചോദ്യം, ഡോക്ടർ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, എൻ്റെ അച്ഛൻ പേര് കേട്ട ഡോക്ടറായിരുന്നു, ഇപ്പം എന്താണ് മനസ്സൊന്ന് മറഞ്ഞുപോയി, ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ഭ്രാന്താണ്. അപ്പം അച്ഛനും എന്താണ്
അച്ഛൻ വീട്ടിലുണ്ട്. പക്ഷേ ഈ അച്ഛനും അമ്മയും എന്താണ്, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഡോക്ടർമാരായിരുന്നു, അല്ലെ ഡോക്ടർമാരാണ്. അവരിങ്ങനെ എന്താണ് ജോലിയുടെ ആവശ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്നെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. എനിക്ക് പൈസ തരും, രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ അടുത്തൊരു എന്താണ് ഒരു കടയുണ്ട്, ഒരു ബേക്കറി ഉണ്ട്, അവിടെ പോയിട്ടാണ് കഴിക്കുക. എന്താ കഴിക്കുന്നത്? മനോജ് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഐസ്ക്രീമും ടാങ്കുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഐസ്ക്രീമും ടാങ്കും. ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കലക്കി വെക്കുന്ന രസന പോലുള്ള സംഭവം. അങ്ങനെ ഇത് മാത്രമാണ് രാവിലെ ആണെങ്കിലും ശരി, ഉച്ചയ്ക്കാണെങ്കിലും ശരി, രാത്രി ആണെങ്കിലും ശരി മനോജ് കഴിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല മനോജ് വലുതായ സമയത്ത് പോണ്ടിച്ചേരിയിലാണ് MDക്ക് പഠിക്കാനായിട്ട് പോയത്. കാരണം മനോജും MBBSന് പഠിക്കുകയാണ്. അപ്പം MBBSന് പഠിക്കാൻ പോയ സമയത്ത് മനോജ് നാട്ടിലേക്ക് വിളിക്കും, അച്ഛനെ വിളിക്കും, അമ്മേനെ വിളിക്കും, പൈസ ആവശ്യപ്പെടും. എന്തിനാ മോനെ പൈസ എന്നൊന്നും അവർ ചോദിക്കില്ല. മനോജ് എന്താണോ ചോദിക്കുന്നത് അതവർ അയച്ചു കൊടുക്കും. അപ്പം മനോജ് പറയണം, ഒരാള് നാശാവാൻ ഇതിൽ കൂടുതൽ എന്താണ് ഡോക്ടറെ വേണ്ടത്? മാത്രമല്ല മനോജ് ഒരു കാര്യം കൂടി പറയാണ്, ഞാൻ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ മയക്കുമരുന്നിൻ്റെ ഒരു ബ്രാൻഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് കൂടി ഡോക്ടറോട് പറയാണ്. ഡോക്ടർക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ ആവുകയാണ്. അങ്ങനെ മനോജ് വീണ്ടും എന്താണ് ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മനോജ് പറയാണ്, ഡോക്ടറെ ഇപ്പം അങ്ങോട്ട് പോയത് എൻ്റെ സഹോദരിയല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഡോക്ടർ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ഏത് നിമിഷവും മരണം കവരുമെന്ന് ഉറപ്പുള്ളവനാണ് ആര്? ഈ മനോജ്. ആ മനോജിനെയാണ് ആര്? ഈ പെൺകുട്ടി ഇങ്ങനെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നത് ജീവിതത്തിലേക്ക്. അപ്പോൾ ഡോക്ടർ ഒരൊറ്റ ചോദ്യം മനോജിനോട് ചോദിക്കുകയാണ്. മനോജ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എല്ലാം എനിക്ക് എന്താണ് ഒരു വല്ലാത്തൊരു ഷോക്കായി. പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കാനുണ്ട്. അച്ഛനും അമ്മയും എന്താണ് മനോജിനെ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനോജ് പറയാണ്, അച്ഛനും അമ്മേനെ നോക്കിയിട്ടേ ഇല്ല. കാരണം എന്താണ്, ഞാനിങ്ങനെ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചതും അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് എനിക്കിങ്ങനെ ഞാൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ട് ഡോക്ടറെ. എന്താണ് മനസ്സുഖം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും വേദനിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു മനസ്സുഖമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ ഡോക്ടർ അടുത്തതായിട്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും വേദനിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം ഈ പെൺകുട്ടി അനുഭവിക്കുമ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ മനോജ് പതറിപ്പോവാണ്. മനോജ് പറയാണ്, എനിക്ക് ജീവിക്കണം ഡോക്ടറെ, എന്നെ രക്ഷപ്പെടുത്തണം, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണമെന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, മനോജിനെ ഞാൻ എന്താണ് രക്ഷപ്പെടുത്താം, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ഞാൻ മനോജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ മനോജ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ മനോജ് പറയാണ്, ഡോക്ടറെ ഇതൊക്കെ ആരാ എനിക്ക് കൊണ്ടുവന്ന് തരുന്നതെന്നറിയോ, എൻ്റെ അമ്മ തന്നെയാണ് എന്ന് കൂടി പറയാണ്. അപ്പം ഡോക്ടർ ആകെ എന്തായി പോവാണ്, വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. അപ്പം തന്നെ ഡോക്ടറോട് മനോജ് ഒരു റിക്വസ്റ്റ് ചെയ്തു. അതായത് ഞാൻ ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഇവിടെ നിന്നോളാം, പക്ഷെ ഒരൊറ്റ കാര്യം എന്താണ്, എൻ്റെ അമ്മ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്. അമ്മേനെ കാണുമ്പോഴാണ് എനിക്കിങ്ങനെ എന്താണ് സ്വയം നശിക്കാനായിട്ട് തോന്നുന്നത്. അങ്ങനെ ഡോക്ടർ മുറിയിൽ പോയിട്ട് മനോജിൻ്റെ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനോജ് എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രീറ്റ്മെൻറ്റുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. അപ്പം മനോജിൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഡോക്ടറോട്, എല്ലാം ഡോക്ടറെ തെറ്റിപ്പോയിട്ടൊന്നുമില്ലല്ലോ, എൻ്റെ മകൻ എന്താണ് ക്യാൻസർ തന്നെയല്ലേ, ഡോക്ടറോട് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ എന്നാണ് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഈ ഒരു കാര്യം, ലഹരിയുടെ കാര്യം ചോദിച്ച സമയത്ത് അമ്മ പറയാണ്, കുട്ടിക്കാലത്ത് എൻ്റെ മകൻ പറഞ്ഞതൊന്നും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പം അവൻ ഇതാണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് എന്താണ് ഞാനിങ്ങനെ ചെയ്യാണ് എന്ന് കൂടി പറയാണ്. അപ്പം അത് കേട്ടപ്പോൾ എന്താണ് മനോജിൻ്റെ അമ്മയോട് ഡോക്ടർ പറയാണ്, എന്തോ ആയിക്കോട്ടെ, ഇനി ഒരു കാരണവശാലും എന്താണ് മാറുന്നത് വരെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എന്താണ് മനോജിനെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ അവസാനം എന്താണ് ഈ രോഗമൊക്കെ മാറിയപ്പോൾ അമ്മയോടൊക്കെ സ്നേഹം വന്നു, അമ്മയൊക്കെ വിളിക്കാൻ വന്നു. അവസാനം ഡോക്ടറോട് ഇവർ യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ മനോജിൻ്റെ അമ്മ എന്താണ് ഡോക്ടറെ മുന്നിൽ നിന്ന് കരയാണ്. ദൈവമാണ് ഡോക്ടർ, കാരണം ദൈവമാണ്, കാരണം ഞാൻ എൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. പിന്നെ അവരെ കണ്ടത് എന്താണ് മനോജിൻ്റെ കല്യാണം വിളിക്കാനാണ്. ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചു, ആ കല്യാണം വിളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ മനോജിൻ്റെ ഈ കല്യാണത്തിന് പോകാൻ ഡോക്ടർക്ക് വല്ലാത്തൊരു എന്താണ് ഇഷ്ടമൊക്കെ തോന്നി. ഡോക്ടർ എന്ത് ചെയ്യാണ്, കല്യാണത്തിന് പോവാണ്. അപ്പോൾ കല്യാണത്തിന് പോയ സമയത്ത് അവിടെ നിറയെ ആരാണ്, ഡോക്ടർമാർ തന്നെയാണുള്ളത്. കാരണം ഇവർ മൊത്തം എന്താണ് ഡോക്ടർമാരുടെ ഫാമിലി ആണല്ലോ. അപ്പോൾ ഡോക്ടർക്ക് പരിചയമുള്ള, ഗംഗാധരൻ ഡോക്ടർക്ക് പരിചയമുള്ള ഒരുപാട് ഡോക്ടർമാരെ അവിടെ കാണുകയാണ്. അതിലൊരു ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറോട് വന്ന് ചോദിക്കുകയാണ്, മനോജിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റിയല്ലേ?
അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്ത് തെറ്റാണ് എനിക്ക് പറ്റിയത്, എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും അവർ പറയാണ് തെറ്റ് പറ്റി എന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാ പറഞ്ഞത്? മനോജിൻ്റെ അമ്മ തന്നെയാണ് പറഞ്ഞത്. കാരണം എൻ്റെ മകന് ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഗംഗാധരൻ ഡോക്ടർ എന്താണ് വെറുതെ എൻ്റെ മകനെ കൊണ്ട് കീമോ ഒക്കെ എടുപ്പിച്ചു. അതായത് ചികിത്സ കൊണ്ട് എൻ്റെ മകൻ മരിച്ചു പോവേണ്ടതായിരുന്നു. ദൈവമാണ് എൻ്റെ മകനെ എന്താക്കിയത്, തിരിച്ച് തന്നത് എന്ന് ആരാ പറയണത്? മനോജിൻ്റെ അമ്മ പറയാണ്. അത് കേട്ടപ്പോൾ ഡോക്ടർക്ക് ആകെ വിഷമായി. പിന്നെ ആ നാദസ്വരത്തിൻ്റെ ശബ്ദമൊക്കെ അവിടെ ഇങ്ങനെ എന്താണ് മുഖരിതമാകുമ്പോൾ പോലും ഡോക്ടർ അവിടെ നിന്നും എന്താണ് ഇറങ്ങിപ്പോരാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഒരു അനുഭവത്തിലൂടെ അല്ലേ, അതായത് തൻ്റെ കരിയറിൽ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ അനുഭവങ്ങളെയാണ് ഡോക്ടർ നമുക്ക് പങ്കുവെക്കുന്നത്. അത്രയും എഫേർട്ട് എടുത്ത് മാനസികമായിട്ടും അതുപോലെ ചികിത്സയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരുപാട് പിന്തുണയൊക്കെ നൽകിയിട്ടുള്ള ഒരു രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ രോഗിയുടെ പാരൻസ് അല്ലെങ്കിൽ ആ രോഗിയുടെ അമ്മ പറയുകയാണെന്ത്, എൻ്റെ മോന് ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല, ആ ഡോക്ടർ വെറുതെ ചികിത്സയൊക്കെ എടുത്തതാണ് എന്ന്. അപ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാവുന്ന വല്ലാത്തൊരു, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കണം. കാരണം ഇങ്ങനെ ആ അമ്മ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ സമൂഹത്തെ ഭയന്നിട്ടാവാം. സമൂഹം സമൂഹത്തിൽ തൻ്റെ മകനൊരു ക്യാൻസർ ആണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സ്റ്റാറ്റസിന് അതൊരു കളങ്കമായി മാറിയേക്കാം എന്ന ചിന്തയിലാവാം ഒരുപക്ഷെ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അപ്പം നമ്മൾ ഈ പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കൂ, പുകമറയ്ക്കപ്പുറം കാണുന്നത്. നോക്കി, പുകമറ അല്ലെ, പല രീതിയിൽ ഇവിടെ പുകമറ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന് തൻ്റെ മകന് ക്യാൻസർ ആണ് എന്ന് ഉള്ള ആ ഒരു സത്യത്തെ അമ്മ മറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം രണ്ടാമത് നിങ്ങൾ ആലോചിക്കണം അല്ലേ, അതായത് മനോജ് പറയാണ് ഞാൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? എൻ്റെ അച്ഛനാണ്, അമ്മയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ ഒരു ലഹരി എന്ന ശീലത്തെ മറയ്ക്കാൻ ആര് കൂട്ടുപിടിക്കുകയാണ്? അച്ഛനെ അമ്മനെ വെറുതെ കൂട്ടുപിടിക്കുന്ന മനോജ്. അങ്ങനെ ഒരുപാട് പുകമറകൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, മനോജിൻ്റെ ഭക്ഷണം എന്തായിരുന്നു? ഐസ്ക്രീമും ടാങ്കും. 2, മനോജിൻ്റെ രോഗം അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ. അതുപോലെ മനോജിന് ലഹരി നൽകുന്ന മനസുഖം എന്തായിരുന്നു മനോജിൻ്റെ മനസുഖം? അച്ഛനും അമ്മയും വേദനിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഈ പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന പാഠഭാഗത്തിൽ പറയുന്നത് എല്ലാവരും ഈ ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു.